ഹലോ ഗൈസ്, അപ്പം ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ വിളവെടുപ്പിൻ്റെ ഒക്കെ വലിയൊരു സമയമാണ്. കാപ്പിക്കുരു, കുരുമുളക്, അങ്ങനെ എല്ലാം വിളവാകുന്ന ഒരു സമയമാണ്. ഇപ്പം തന്നെ നമുക്ക് കാപ്പിക്കുരു ഒക്കെ ഇവിടെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കുരുമുളക് എങ്ങനെ പറിക്കുന്നത്. അപ്പം അത് പലർക്കും അറിയത്തില്ല, പലർക്കും അറിയാം നമ്മുടെ കുരുമുളക് കൃഷി എങ്ങനെയാണെന്നും അത് പറിക്കുന്നത് എങ്ങനെയാണെന്നും ചവിട്ടുന്നത് എങ്ങനെയാണെന്നും ഉണങ്ങുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയാത്തവർ പലരും ഉണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുരുമുളക് പപ്പ അവിടെ പറിക്കുന്നുണ്ട്, മരത്തിൽ കയറി. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പറമ്പാണ് കേട്ടോ ഇത്. അവിടെ നമ്മുടെ വീടിരിപ്പുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വീടൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ പപ്പായുടെ അടുത്തേക്ക് പോകുവാണ്. നമ്മുടെ കുരുമുളക് പറിക്കുന്നതിനും അത് പറിച്ച് പുറകിലൊരു ഇതൊക്കെ കെട്ടിയിട്ടാണ്, അതായത് നമ്മുടെ കൈലിയൊക്കെ കെട്ടിയിട്ടാണ് അതിനകത്തേക്കാണ് പറിച്ചിടുന്നത്. അപ്പം അമ്മ ചുവട്ടിലെ കുരുമുളക് പറിച്ചു കൊടുക്കും, മുകളിലത്തെ ഏണിയെ കയറി പപ്പ പറിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കാണാം. ഇത് നമ്മുടെ ഷീറ്റ് അടിക്കുന്ന മിഷനാണ്. പലരും കണ്ടിട്ടില്ലായിരിക്കും ഷീറ്റടി മിഷനൊക്കെ. ഞാൻ എൻ്റെ ചാനലിൽ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, ഷീറ്റ് അടിക്കുന്നതും പപ്പായ്ക്ക് കറക്കി കൊടുക്കുന്നതും ഷീറ്റ് എങ്ങനെ ഒഴിക്കുന്നതും. റബ്ബർ ഷീറ്റില്ലേ, നമ്മുടെ ചെരുപ്പൊക്കെ ഇടുന്ന റബ്ബർ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു പ്രോസസ്സിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അതുകൊണ്ട് അമ്മ അവിടെ ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഇത് ഇപ്പോൾ കൂടുതലും നമ്മൾ റബ്ബറേലാണ് കേട്ടോ കൊടി ഇട്ടേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ റബ്ബറിന് വിലയില്ല, അപ്പോൾ കുരുമുളകിനെങ്കിലും വിലയുണ്ട്. അതെങ്കിലും ആയി പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ ചോട്ടിലേ പറിക്കുന്നുണ്ട് കേട്ടോ. ഇനി പപ്പ അതുകൊണ്ട് അവിടെ മണ്ടേ കയറി പറിക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഓപ്പൺ ആണ്, ഇങ്ങനെ പറിക്കുന്നു. ഇവിടെ ഉള്ളവർ ഇങ്ങനെ പറയും, ചിലവരാണ് ചാക്ക് കെട്ടി പറിക്കും. ചാക്ക് ഇത് രണ്ട് കൈ കൊണ്ട് രണ്ട് ഭാഗത്തുനിന്നും പറിച്ച് രണ്ട് ഹോളുണ്ട്. ഇത് കെട്ടുന്നതിനൊരു പ്രത്യേക രീതിയാണ്. രണ്ട് കൈ കൊണ്ടും പറിക്കാം. ഇതുപോലെ നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മുടെ റബ്ബറയിലാണ്. ഇത് നോക്ക് നമ്മുടെ റബ്ബറയിലാണ് ഒരു സൈഡിൽ കൂടെ വെട്ടും നടക്കുന്നുണ്ട്. മുളകും പറിക്കാം കണ്ടോ. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇത് വെട്ടുന്നുമുണ്ട്, ഒരു സൈഡിൽ കൂടെ വേണ്ട കുരുമുളക് വേണ്ട കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം വിളഞ്ഞതാണ്. 15-20 കിലോ കുരുമുളകാണ് പറിക്കുന്നത്. അപ്പോൾ അതേണ്ട ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വേണ്ടത് ഇങ്ങനെ എടുത്തെടുത്ത് അതിനകത്തോട്ടിടും. പപ്പയുടെ ബാഗ് അത് നമ്മുടെ കൈലിയാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ച് കടയിൽ നിന്നും വാങ്ങിച്ച സാധനമല്ല, കഴുത്തിൽ കൂടെയും വേറെ കൂടെ ഒക്കെ കെട്ടിവെച്ച് ഉടുക്കുന്ന കൈലിയാണ്. അപ്പോൾ ഇതിന് 2 പ്രോസസ്സുണ്ട്. ഒരു സൈഡിൽ കൂടെ റബ്ബർ പൊട്ടിപ്പോകും. ഇത് റബ്ബർ ഒരു സൈഡിൽ കൂടെ വെട്ടിപ്പോകുന്നു, ഒരു സൈഡ് മൊത്തം കുരുമുളക് കയറ്റിയിട്ടേ. കാരണം ഒരു സമയത്ത് റബ്ബറിന് ഒട്ടും വിലയില്ലാതായിപ്പോയി. അപ്പോൾ നമ്മളാകെ സങ്കടത്തിലായി. അങ്ങനെ അമ്മയും പപ്പയും കുരുമുളക് മിക്ക റബ്ബറയിലുമാണ് കയറ്റിയിട്ടേക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ എല്ലാം ഉണ്ടേ. അപ്പോൾ പാണ്ടക്കെട്ടുമായിട്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടോ, ഇതിൽ കുരുമുളക് ഇതിനകത്തോട്ടിടാം. ഈ കൈ കൊണ്ട് പറിച്ച് ഇടാം കണ്ടോ. ഇതിങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് കണ്ടോ. ഇതിന്റെ സെറ്റപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താണ് വെയിറ്റ്. ഇതാണ് ഇതിന്റെ സെറ്റപ്പ്. ഈ കുരുമുളക് ഞാൻ എടുത്ത് കാണിക്കാവേ, പറിച്ചിട്ടേക്കുന്നേ. ഇതാണ് പപ്പ പറിച്ച കുരുമുളക് കണ്ടോ. പഴുത്തില്ലല്ലോ, പച്ചയാ. അപ്പം ഇതുപോലെ പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ കുരുമുളക്. ഇതുപോലെ വേണ്ട പഴുത്തിങ്ങ് വരും, ഉതിർന്നിങ്ങ് വരും കണ്ടോ. പച്ചയും പഴുത്തതായിട്ട് ഈ ഒരു പരുവത്തിന് മുന്നേ നമ്മൾ പറിക്കണം. ചിലതൊക്കെ ഇങ്ങനെ പഴുത്തും പോകും. ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കുകയാണെങ്കിലും പ്രയാസമാണ് കേട്ടോ. ചിലപ്പോൾ ഇലയൊക്കെ പറഞ്ഞിങ്ങ് വരും. അപ്പം ഞാൻ നോക്കാം, ഇത്രയും പറിച്ചു വേണ്ടോ, ഇത്രയും ഞാൻ പറിച്ചു. ഇതാണ് നമ്മുടെ കറുത്തപൊന്ന് കേട്ടോ. നമ്മൾ പറിച്ചുകൊണ്ട് വന്നത് ഇതുപോലെ ചവിട്ടിയെടുക്കണം. ചവിട്ടി ഓരോ മണികൾ ഇതുപോലെ ഈ തൊത്ത് വേറെ ഇങ്ങനെ ചവിട്ടിയെടുക്കണം. ഇതിപ്പോൾ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ പകുതി നമ്മൾ ചുമ്മാ കയറി ചവിട്ടിയപ്പം ഊർന്ന് കുറേ മണികൾ വരും. ഇതുപോലെ ഇതാണ് ഞങ്ങളിവിടെ ഇതിന് തൊത്തെന്നാണ് പറയുന്നത് കേട്ടോ. തൊത്തേന്ന് ഓരോ കുരുമുളകും ഇങ്ങനെ ചവിട്ടി വേർതിരിച്ചെടുത്തതാണ് വേണ്ടി കിടക്കുന്നത്. ഇനിയിപ്പോൾ പപ്പ ഇത് കോരി കൊണ്ട് വാരി ഇതിനകത്തെ തൊത്തെല്ലാം മാറ്റിയിട്ട് ചാക്കിൽ കിട്ടും അല്ലേ പപ്പ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇങ്ങനെയാണ് നമ്മൾ ചവിട്ടേണ്ടത് കേട്ടോ. ഞാൻ ചവിട്ടിയതാണ് അതൊക്കെ. ഞാനും പപ്പയും പ്രകൃതിയായി ചവിട്ടി.
ഇതാണ് നമുക്ക് ഈ മുളക് ചവിട്ടി കഴിയുമ്പോൾ കിട്ടുന്ന ഇത് കേട്ടോ. ആ തിരി മാത്രമായിട്ട് കിട്ടും. നമ്മളിവിടെ കൂടുതലും പച്ചക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അതിൽ കുറച്ച് നമ്മളടുത്ത് ഉണങ്ങി വെച്ചതാണ്. ഇതാണ് കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന നമ്മുടെ കുരുമുളക്. അപ്പം ഇതുകൊണ്ട് ഞാൻ സീതത്തോട് പോയി പച്ച കുരുമുളക് കൊടുക്കാൻ വേണ്ടി ഞാൻ സീതത്തോട് പോയി. അങ്ങനെ അപ്പോൾ ഇന്നത്തെ കുരുമുളക് കാഴ്ചകൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.